ഹലോ, എൻ്റെ പേര് ശ്രീഹരി. ഇപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മൾ OTTയിൽ ഇറങ്ങിയ 2 സിനിമകളുടെ റിവ്യൂ ആയിട്ടാണ് വന്നേക്കുന്നത്. ഇതിലെ ഒരു സിനിമ കണ്ടിട്ട് കുറച്ച് നാളായി, പക്ഷെ അന്ന് നമ്മളതിൻ്റെ റിവ്യൂ ചെയ്തിരുന്നില്ല. രണ്ടാമത്തെ സിനിമയും റീസെൻ്റ് ആയിട്ടാണ് OTT റിലീസായത്. അതുകൊണ്ട് തന്നെ രണ്ടിൻ്റെയും റിവ്യൂ ഒരുമിച്ചിടാൻ നമ്മൾ ഓർത്തു. ഒന്നാമത്തെ സിനിമ അമർ സിംഗ് ചംകീലയും രണ്ടാമത്തെ സിനിമ ക്രൂ 2024 റിലീസായ ക്രൂ ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് വീഡിയോയിലോട്ട് പോവാം. അതിലെ ഒന്നാമത്തെ സിനിമ അമർ സിംഗ് ചംകീല. സിനിമ എനിക്ക് ഒത്തിരി ബ്രില്യൻ്റ് ആയിട്ട് തോന്നി. ഒന്നാമത്തെ റീസൺ അതിൻ്റെ മേക്കിംഗ് തന്നെയാണ് കേട്ടോ. നിങ്ങൾക്ക് അറിയായിരിക്കും, അമർ സിംഗ് ചംകീല എന്നൊരു സിംഗർ, അദ്ദേഹത്തിന്റെ ജീവിതവും അദ്ദേഹം യാദൃശ്ചികപരമായിട്ട് കൊല്ലപ്പെടുകയുണ്ടായി. ആ ഒരു സ്റ്റോറിയാണ് സിനിമയിൽ വിവരിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് ഈ ട്വിസ്റ്റുകളും ടേണുകളും ഒന്നും ഇല്ലാതെ വളരെ പ്ലെയിൻ ആയിട്ട് പോയൊരു മൂവിയായിരുന്നു. പക്ഷെ അതിനെ വ്യത്യസ്തമാക്കുന്ന അതിൻ്റെ മേക്കിങ്ങും മ്യൂസിക്കും കേട്ടോ. മ്യൂസിക് അത് മെൻഷൻ ചെയ്യണം. നമ്മൾ സാധാരണ കണ്ടുവരുന്ന ടൈപ്പ് ഒരു മ്യൂസിക് അല്ല സിനിമയിൽ യൂസ് ചെയ്തിരിക്കുന്നത്. അമർ സിംഗ് ചംകീല എന്നൊരാളെ നിങ്ങൾക്കറിയാം. ഒരു പക്ഷേ അദ്ദേഹത്തിൻ്റെ ലൈഫ് നിങ്ങൾക്ക് അറിയാമെങ്കിൽ ആ ഒരു സിനിമ അതെങ്ങനെ പോകുമെന്നുള്ളത് നിങ്ങൾക്ക് ഏകദേശം പ്രിഡിക്റ്റ് ചെയ്ത് പറയാൻ പറ്റും. അദ്ദേഹം ഒരു സിംഗറാണ്. വൾഗർ ആയിട്ടുള്ള സോങ്സ് പാടുന്ന, അതിലൂടെ ഉപജീവന മാർഗം നടത്തിയ ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ പേരൊന്ന് ആ ഒരു നാട്ടിൽ ഇങ്ങനെ മുഴങ്ങി കേൾക്കുന്നു. അദ്ദേഹത്തിന് ഒരു ഫെയിം ഉണ്ടാകുന്നു. ശേഷം അദ്ദേഹത്തിന് ഉണ്ടാകുന്ന ചേഞ്ചുകൾ, ലൈഫിൽ എന്തൊക്കെ പ്രശ്നം ഉണ്ടാകുന്നു, ഇതൊക്കെയാണ് സിനിമ വിവരിക്കുന്നത്. ഒരു പ്ലെയിൻ ആയിട്ട് പോകുന്ന ഒരു സ്റ്റോറി ആണെങ്കിൽ പോലും അതിന്റെ മ്യൂസിക് അത് ഏറ്റവും സൂപ്പർ ഡിപ്പാർട്ട്മെന്റ് ആയിട്ട് വർക്ക് ചെയ്ത മ്യൂസിക് തന്നെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അദ്ദേഹം വൾഗർ ആയിട്ടുള്ള സോങ്സ് ആണ് പാടുന്നത്. അത് ആ ഒരു പാട്ട് ട്യൂൺ ചെയ്യുന്ന ഒരു രീതിയുണ്ട്. അത് AR റഹ്മാൻ, അദ്ദേഹമാണ് മ്യൂസിക് ചെയ്തിരിക്കുന്നത്. എന്നെ ബ്രില്യൻ്റ് ആയിട്ട് ആ ഒരു വർക്ക് ചെയ്തേക്കുന്നത്. ഒരു പെർട്ടിക്കുലർ കൈൻഡ് ഓഫ് മ്യൂസിക്കാണ് അത്. അദ്ദേഹം ആ ഒരു രീതിയിൽ അതിലെ എല്ലാ പാട്ടുകളും, സിനിമയിൽ അധികം പാട്ടുകളൊന്നുമില്ല, പക്ഷേ അദ്ദേഹം പാടുന്ന പാട്ടുകളാണ് മെയിനായിട്ട് ട്യൂൺ ചെയ്യുന്നത്. ആ ഒരു സിറ്റുവേഷൻ അനുസരിച്ചും അദ്ദേഹത്തിൻ്റെ പ്രൊഫഷൻ അനുസരിച്ചും അദ്ദേഹം ട്യൂൺ ചെയ്തിരിക്കുന്നതൊക്കെ നല്ല വെടിപ്പായിട്ട് ആ ഒരു സിനിമയിൽ കാണാൻ പറ്റും കേട്ടോ. രണ്ടാമത് അതിലെ പെർഫോമൻസ്, മേക്കിങ് കേട്ടോ. രണ്ടും ഒരേപോലെയുണ്ട്. പെർഫോമൻസിൻ്റെ കാര്യമാണെങ്കിൽ ഇതിൽ അമർ സിംഗ് ചംകീലയായിട്ട് വന്നിട്ടുള്ള ദിൽജിത്ത് ദോസാഞ്ച്, അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് അടിപൊളിയാണ്. നമുക്കൊന്നും അധികം അറിയത്തില്ലായിരിക്കും. ഞാനൊക്കെ ജനിക്കുന്നതിന് മുമ്പ് മരിച്ച ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ പുള്ളിക്കാരൻ്റെ ലൈഫ് എങ്ങനെയാണെന്ന് നമുക്ക് അറിയത്തേ ഇല്ലായിരുന്നു. അതെ, അങ്ങനെ ഒരാൾ ജീവിച്ചിരിക്കുന്ന പോലും അറിയത്തില്ലായിരുന്നു. പക്ഷേ ആ ഒരു കാലഘട്ടത്തിനോടും ആ ഒരു ക്യാരക്ടറിനെയും ജസ്റ്റിഫൈ ചെയ്തിട്ട് മേക്കപ്പിലാണെങ്കിലും അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ചേഞ്ചുകളൊക്കെ ഉണ്ടല്ലോ, ആ ചേഞ്ചുകളൊക്കെ കറക്റ്റായിട്ട് ഒപ്പിയെടുത്ത് ആ ഒരു സ്ക്രീനിൽ കാണാൻ സാധിക്കും കേട്ടോ. അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ റോൾ ചെയ്തിട്ടുള്ള ആളാണെങ്കിലും പരിണീതിയാണെന്ന് തോന്നുന്നു. പരിണീതി, അതെ, പുള്ളിക്കാരി നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. നല്ല കാസ്റ്റിംഗ് തന്നെയാണ്. പിന്നെ വന്നിരിക്കുന്ന ഓരോ ചെറിയ പെർഫോമൻസുകളും എല്ലാം ബ്രില്യൻ്റ് ആയിട്ടുണ്ട്. ചിലപ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടണമെന്നില്ല. അത് അങ്ങനത്തെ ടൈപ്പ് ഒരു മൂവിയാണ്. കാരണം നമുക്ക് ഒരു തരത്തിലും എൻഗേജിങ് ആക്കുന്ന തരത്തിലുള്ള സാധനമില്ല. ഒരാളുടെ ലൈഫ് സ്റ്റോറി പറയുന്നതാണ്, പക്ഷെ അതിൻ്റെ മേക്കിങ് അതാണ് സിനിമയെ ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് ആക്കുന്നത്. അത് ഒരു ബയോപിക് എന്നുള്ള രീതിയിൽ ആ ഒരു മൂവി കാണുവാണെങ്കിൽ നിങ്ങൾക്ക് ത്രൂ ഔട്ട് ആ ഒരു മൂവി ഇഷ്ടപ്പെടും. ഒരു പക്ഷേ ചിലപ്പോൾ നിങ്ങളിത് ഇഷ്ടപ്പെട്ടില്ല എങ്കിൽ ചിലപ്പോൾ നിങ്ങൾ പാതി വഴിക്ക് സിനിമ നിർത്തിയിട്ട് പോവുകയും ചെയ്യും. അത് അങ്ങനത്തെ ടൈപ്പ് ഓഫ് മേക്കിംഗ് ആണ്. അത് എല്ലാ കാറ്റഗറി ഓഫ് ആൾക്കാർക്കും ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള മേക്കിംഗ് ആയിട്ട് നിങ്ങൾക്ക് തോന്നണമെന്നില്ല. പക്ഷേ ആ ഒരു ക്യാരക്ടർ എന്താണെന്ന് അറിയാവുന്നവർക്ക് ആ ഒരു സിനിമ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. എസ്പെഷ്യലി അതിൻ്റെ മ്യൂസിക് തന്നെയാണ്. അത് എടുത്തെടുത്ത് പറയണം. ബ്രില്യൻ്റ്. AR റഹ്മാൻ എന്നുള്ള ഒരു ജീനിയസ്. ഒരു സിനിമ, ആ സിനിമയ്ക്ക് എന്ത് വേണം എന്ന് പുള്ളിക്കാരൻ അറിയാം. അതിനനുസരിച്ച് അദ്ദേഹം വർക്ക് ചെയ്യും. സ്വാഭാവികമാണ്. അത്തരത്തിലൊരു മൂവിയാണ് കേട്ടോ അമർ സിംഗ് ചംകീല. കാണാത്തവർ മാക്സിമം കണ്ടു നോക്കുക. നെറ്റ്ഫ്ലിക്സിലാണ് സിനിമയുള്ളത്, ടെലഗ്രാമിലും ഉണ്ട്. രണ്ടാമത്തെ സിനിമ ക്രൂ. ലോജിക്ക് ഞാൻ എവിടെ കണ്ട് 8 മടക്കി പോക്കറ്റിൽ വെച്ചിട്ട് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒത്തിരി ഇഷ്ടപ്പെടും. ലൈഫ് കുറച്ചും കൂടെ അടിപൊളിയാക്കാൻ, അല്ലെങ്കിൽ കുറച്ചും കൂടെ ഹാപ്പി ആക്കാൻ, അവരുടെ പ്രശ്നങ്ങളൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് ഒരു പ്രത്യേക സാഹചര്യത്തിൽ കള്ളക്കടത്ത് ചെയ്യുന്ന 3 സ്ത്രീകൾ, അതാണ് സിനിമയുടെ മെയിൻ തീം. അതിന് മേക്കിംഗ് അടിപൊളിയാണ്. മേക്കിംഗ് എനിക്ക് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. നല്ല രസമുണ്ട് കാണാൻ. നമുക്കൊരു കളർഫുൾ രീതിയിൽ കണ്ടിരിക്കാം. അതുപോലെ തന്നെ 3 പേരുടെ പെർഫോമൻസ് അത് ഗംഭീരമാണ്. എസ്പെഷ്യലി കരീന കപൂർ ആ ക്യാരക്ടറായിട്ട് മാറും. അദ്ദേഹം ഒരു ഫാഷൻ, കുറച്ച് ബ്രാൻഡഡ് ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ്. നല്ല കിഡിലായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെയാണ് തബു, ഒരു ഫാമിലി പേഴ്സൺ. അതുപോലെ തന്നെ കൃതി സനുണ്ട്. ഇവർ 3 പേരാണ് ചെയ്തിരിക്കുന്നത്. ഇവർക്ക് 3 പേർക്കും ഈക്വലി ഇമ്പോർട്ടൻസ് ആണ് സിനിമയിൽ. 3 പേരെയും നല്ല രീതിയിൽ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ചില സിറ്റുവേഷൻ നമുക്ക് തോന്നിപ്പോ അവരങ്ങനെ ചെയ്യുന്നതുകൊണ്ട് പ്രശ്നമൊന്നും ഇല്ല എന്ന് നമുക്ക് പോലും തോന്നിപ്പോ. അങ്ങനത്തെ ഒരു ക്യാരക്ടറൈസേഷനാണ് അവർക്ക് 3 പേർക്കും കൊടുത്തിരിക്കുന്നതും. പണ്ടത്തെ ടൈപ്പ് ഈ ധൂമൊന്നും അങ്ങനെയൊന്നും അത്തരത്തിലുള്ള ഹീസ്റ്റും കടത്തുമൊന്നും പ്രതീക്ഷിക്കരുത്. സിമ്പിളായിട്ടുള്ള കുറച്ച് സാധനങ്ങൾ ഇവർ ഒരു സംഭവം ചെയ്യുന്നു, അതിലൂടെ അവർക്ക് കുറച്ച് പൈസ കിട്ടുന്നു, പിന്നെയും അതങ്ങനെ ചെയ്യുന്നു. ഒരു പാട്ടൊക്കെ ഉണ്ട്, നല്ല രസമാണ് അതിൻ്റെ പ്ലേസ്മെൻ്റ് ഒക്കെ ആണെങ്കിൽ.
അങ്ങനെ കുറേ സംഭവങ്ങൾ അങ്ങനെ ചുമ്മാ എൻ്റർടൈൻ ആയിട്ട് കാണാൻ പറ്റുന്ന ഒരു സിനിമയായിട്ട് എനിക്ക് തോന്നിയത്. ആ തിയേറ്ററിൽ പോയി കാണാമായിരുന്നു. നല്ലൊരു തിയേറ്റർ എക്സ്പീരിയൻസ് നല്ല രീതിയിൽ കിട്ടിയാണ്. നല്ല 3 പേരും നല്ല ഗ്ലാമറസ് ആയിട്ട് നല്ല പെർഫോമൻസും അതുപോലെ തന്നെ നല്ല ഗ്ലാമറസ് ആയിട്ടുമാണ് 3 പേരെ പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ. മേ ബി അത് കുറേ പേർക്ക് വർക്കൗട്ട് ആയില്ലെങ്കിൽ അതിൻ്റെ ലോജിക്കിൻ്റെ പ്രോബ്ലം ആണ്. അല്ലാത്ത പക്ഷം നിങ്ങൾക്കൊരു ഒരു ഫ്ലോയിൽ എങ്ങനെ ഇരുന്ന് കാണാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഈ സിനിമയിലും അമർ സിംഗ് ചംകീലായിട്ട് അഭിനയിച്ച ദിൽജിത്ത് ദോസാഞ്ച് ഉണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഈ 2 സിനിമ ഒരുമിച്ച് ചെയ്തത്. രണ്ട് കൈൻഡ് ഓഫ് സിനിമയാണ്. രണ്ടും എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടൊരു മൂവിയും കൂടിയാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് സിനിമയെ പറ്റിയുള്ള എൻ്റെ ചെറിയ റിവ്യൂ. നിങ്ങൾ ഈ സിനിമ കണ്ടവരാണെങ്കിൽ, ഈ സിനിമകൾ കണ്ടവരാണെങ്കിൽ സിനിമ കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് സെക്ഷനിൽ പറയണേ. എനിക്കറിയാം ഒത്തിരി ഡിലേ ആയിട്ടാണ് നമ്മൾ ഈ വീഡിയോ എടുക്കുന്നത്. കഴിഞ്ഞ ദിവസം ഞാൻ ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഞാൻ ഓൾറെഡി കുറച്ച് OTT മൂവീസ് കണ്ടു, അതിൻ്റെ റിവ്യൂ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ ചോദിച്ചപ്പോഴേക്കും ഉണ്ടെന്ന് കുറച്ച് പേര് പേഴ്സണലി മെസ്സേജ് അയച്ചിരുന്നു. അങ്ങനെ ഒരു ചോദ്യത്തിന് പുറമെയാണ് ഞാൻ ഇങ്ങനെ ഇപ്പോൾ ഒരു വീഡിയോ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഈ 2 സിനിമകൾ നിങ്ങൾ കണ്ടവരാണെങ്കിൽ സിനിമ കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് സെക്ഷനിൽ പറയണം. മൂവി കാണാത്തവരുണ്ടെങ്കിൽ OTTയിൽ റിലീസായിട്ടുണ്ട്, ആ മൂവി കാണുക, കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് സെക്ഷനിൽ പറയണേ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് അടുത്തൊരു വീഡിയോ പിന്നെ കാണാം.